ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ റൂമിലേക്ക് എങ്ങനെ വയറ് വലിക്കുന്നത് എങ്ങനെയാണെന്നും വയറ് വലിക്കുന്ന ഏതൊക്കെ വയറുകളാണ് ഒരു സർക്യൂട്ടിൽ മെയിനായിട്ട് വരുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന ഫസ്റ്റ് സർക്യൂട്ടാണ് ഈ കാണുന്നത്. ആ ഡി ബിയിലേക്ക് 3 ഫേസ് ഡി ബി ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിലേക്ക് വലിക്കുന്ന ഫസ്റ്റ് സർക്യൂട്ട്, അതായത് ആ റൂമിൽ നിന്ന് വന്നിരിക്കുന്ന സർക്യൂട്ടാണ് കാണുന്നത്. ഒരു റൂമിലേക്ക് വലിക്കേണ്ട സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഫുള്ളായിട്ട് നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമുക്ക് ആ റൂമിൽ എ സി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സർക്യൂട്ട് വലിക്കണം. പിന്നെ ബാക്കി വരുന്ന സർക്യൂട്ടുകൾ എന്ന് വെച്ചാൽ വാട്ടർ ഹീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ സർക്യൂട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഈ കാണുന്ന 2.5 മഞ്ഞയും നീലയുമാണ് മെയിനായിട്ട് നമ്മൾ എ സിക്ക് വേണ്ടി വലിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് വലിക്കുന്നതിന് മുമ്പ് നമ്മൾ വലിച്ചതിന് ശേഷം കണ്ടോ, ഇതുപോലെ ഒറ്റ സർക്യൂട്ടായിട്ട് നമ്മൾ ടേപ്പ് അടിച്ച് മാറ്റിയിടണം. കാരണം ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഡി ബി ഡ്രസ്സിങ്ങിന് വളരെ എളുപ്പമായിരിക്കും. ഓരോ സർക്യൂട്ട് സെപ്പറേറ്റ് നമ്മൾ ഇതുപോലെ ടേപ്പ് അടിച്ച് മാറ്റിയിട്ടാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഡി ബി ഡ്രസ്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് വയറുകളെ കുറിച്ചൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് എ സിയുടെ വയർ നോക്കാം. എ സിയുടെ വയർ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഡി ബിയിൽ വരുന്ന വയറിൻ്റെ ലെങ്ത്ത് ആദ്യമേ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഡി ബി ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ ഈ വയറിൻ്റെ ലെങ്ത്ത് നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് എം സി ബിയിലേക്ക് കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും. ഒരു റൗണ്ട് വരാവുന്ന രീതിയിലുള്ള ലൂപ്പ് നമ്മൾ ഈ പറഞ്ഞ ഡി ബിയിൽ ഇടണം. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എ സിയുടെ സർക്യൂട്ടാണ് ഈ കാണുന്നത്. 2.5ൻ്റെ രണ്ട് വയറുകൾ. ഈ രണ്ട് വയർ ഒന്ന് ന്യൂട്രും ഒന്ന് എർത്തുമാണ്. ന്യൂട്രും ഫേസുമാണ്. ന്യൂട്രൽ എന്ന് പറയുന്നത് നമ്മൾ നീല 2.5 ആണ് കൊടുത്തിരിക്കുന്നത്, മഞ്ഞ ഫേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ സിയുടെ സർക്യൂട്ട് നമ്മൾ കഴിഞ്ഞു, രണ്ട് വയർ. പിന്നെ വരുന്നത് നമുക്ക് ആ റൂമിൻ്റെ സർക്യൂട്ടാണ് വരുന്നത്. മെയിനായിട്ട് 5 വയറാണ് വരുന്നത്. ഒന്ന് 2.5 ഫേസ്, 2.5 ന്യൂട്രൽ, 1.5 എർത്ത്, 1.5 മാസ്റ്റർ നീല വയർ വരുന്നുണ്ട്. അതിനുശേഷം 1.5 മഞ്ഞ ഇൻവെർട്ടർ വയർ. ഇപ്പോൾ 5 വയർ, ഇങ്ങനെ ടോട്ടൽ 5 വയറാണ് നമ്മൾ മെയിൻ സർക്യൂട്ടിന് വേണ്ടിയിട്ട് വലിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, അങ്ങനെ 5 വയർ. പിന്നെ എ സിയുടെ 2 വയറും കൂട്ടി ടോട്ടൽ 7 വയറാണ് ശരിക്കും മെയിനായിട്ട് റൂമിലേക്ക് വരുന്നത്. ഇനി അതൊക്കെ എങ്ങനെ കൊടുക്കുന്നു നമുക്ക് നോക്കാം. നമ്മളാ പറഞ്ഞ ആ 7 വയർ നമ്മൾ വന്നിരിക്കുന്നതിൽ എ സിയുടെ 2 വയറും പിന്നെ മാസ്റ്ററിൻ്റെ വയർ നമ്മൾ ബെഡ് സ്വിച്ചിലേക്ക് പോയി. ഇത് എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡാണ് വരുന്നത്. എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ. മാസ്റ്റർ വേണ്ട, മാസ്റ്റർ വരുന്നത് നമ്മുടെ ബെഡ് സ്വിച്ചിലാണ് വരുന്നത്. ഇത് എൻട്രൻസിലാണ് വന്നത്. അതായത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ സെക്ഷൻ. അതായത് ഇത്ര സെക്ഷനാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡിൽ വരുന്നത്. പിന്നെ ഈ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡിൽ നമ്മൾ 2 2 വേക്ക് വേണ്ടിയിട്ട്, അത് ഫാന് ലൈറ്റിന് വേണ്ടിയിട്ട് 2 2 വേയുടെ വയർ വലിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് വയർ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ 2 വേയുടെ വയറാണ് കൊടുത്തിരിക്കുന്നത്. 2 2 വേയാണ് കൊടുത്തിരിക്കുന്നത്. 2 2 വേക്ക് ഒരു മഞ്ഞയും ചുവപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ മാർക്കിങ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് പിടിപ്പിക്കൽ വളരെ സിമ്പിളായിരിക്കും. ഇനി ആ പോകുന്ന വഴിക്ക് നമ്മൾ ആ പറഞ്ഞ രീതിയിൽ 7 വയർ പോകുന്നതിൽ എ സിയുടെ വയർ മാസ്റ്റർ നേരെ പോയി. ഇവിടെ നമുക്കൊരു എക്സ്ട്രാ പ്ലഗ് വരുന്നുണ്ട്. ഈ എക്സ്ട്രാ പ്ലഗിൽ നമുക്ക് ഇൻവെർട്ടർ വേണമെങ്കിൽ ഇൻവെർട്ടർ കൊടുക്കാം, ഫേസ് വേണമെങ്കിൽ ഫേസ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ 4 വയറുകൾ ഇവിടെ ലൂപ്പ് ചെയ്ത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ ആ വയറുകൾ ലൂപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്തു. അതിന് ശേഷം നേരെ വരുന്നത് നമ്മുടെ ബെഡ് സ്വിച്ചിലേക്കാണ് വരുന്നത്. ആ 7 വയറുകൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എ സിയുടെ വയർ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടു, അത് എ സിയുടെ ഇൻപുട്ടായിട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടു. ബാക്കി വരുന്ന 5 വയറുകളും നമ്മൾ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ ഇത്രയും വയറുകളാണ് നമ്മുടെ സ്വിച്ച് ബോർഡുകളിലേക്ക് മെയിനായിട്ട് വരുന്നത്. ഈ വരുന്നതിന് കൂടാതെ തന്നെ അതിൻ്റെ കളർ കോഡിങ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.5 ആണ് കൊടുത്തിരിക്കുന്നത്. എർത്ത് 1.5, എർത്ത്, ഇൻവെർട്ടറും മാസ്റ്ററും 1.5, ബാക്കിയെല്ലാം 2.5. നമ്മൾ ആ നേരത്തെ പറഞ്ഞ എൻട്രൻസിൽ വന്നിരിക്കുന്ന 2 2 വേ പറഞ്ഞു. ആ 2 വേയുടെ 2 വയറാണ് കൊടുത്തിരിക്കുന്നത്, 2 വേയുടെ കണക്ഷൻസ്. ഇനി വരുന്നതെന്ന് വെച്ചാൽ എല്ലാ ലീഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ലീഡുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നതിൻ്റെ കൂടാതെ തന്നെ നമ്മൾ ഈ പറയുന്ന സർക്യൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ ഈ സെക്ഷൻ നേരെ പോകുന്നത് നമ്മുടെ വാട്ടർ ഹീറ്ററിലേക്കാണ് പോകുന്നത്, അതായത് ബാത്റൂമിലേക്കാണ് പോകുന്നത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഇതൊരു സാധാരണക്കാരൻ്റെ വീട്ടിലാണ് നമ്മൾ വയറ് വലിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വയറ് ലാഭിക്കുകയും ചെയ്യണം. എന്നാൽ സർക്യൂട്ടിന് യാതൊരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിനായിട്ട് വരുന്ന 2.5 സർക്യൂട്ടിൽ നിന്നും ലൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബാത്റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് നമ്മുടെ വാട്ടർ ഹീറ്റർ വയ്ക്കാനും നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ റൂം സർക്യൂട്ടിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതല്ല, അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ വയറിന് മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ ഹീറ്ററിൻ്റെ വയർ നമുക്ക് സെപ്പറേറ്റ് സർക്യൂട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം സാധാരണക്കാരൻ്റെ വീടായതുകൊണ്ട് നമുക്ക് ഓൾറെഡി നമുക്ക് വയറ് ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെ റൂം സർക്യൂട്ടിൽ നിന്നാണ് റൂം സർക്യൂട്ടിന്
2.5 വയർ വലിച്ചതിന് ശേഷം അതിൽ നിന്ന് ലൂപ്പ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന വാട്ടർ ഹീറ്ററിൻ്റെ ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുന്ന സർക്യൂട്ടാണ് ഈ വലിച്ചിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ നമ്മളിവിടെ വരുന്ന ഇൻവെർട്ടർ സർക്യൂട്ട്. നമുക്ക് ഈ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂം സർക്യൂട്ട് 10 ആംസിൻ്റെ ഒരു MCB കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സർക്യൂട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ DBയിൽ നിന്ന് വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് 2.5 വയർ തന്നെയാണ് കൊണ്ടുവരിക്കുന്നത്. നല്ല ലോഡ് താങ്ങും, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇനി സെപ്പറേറ്റ് വയർ വേണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് DBയിൽ നിന്നും വാട്ടർ ഹീറ്റർ സെപ്പറേറ്റ് വയർ വലിച്ചു കൊണ്ടുവരാം. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ എൻട്രൻസിലുള്ള ഇൻവെർട്ടർ സെക്ഷൻ ലൂപ്പ് ചെയ്ത് പോയത് നമ്മൾ ആ വന്ന വഴിക്ക് ഇൻവെർട്ടർ ലൂപ്പ് ചെയ്ത് അതിൻ്റെ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ലൈറ്റ് ഇൻവെർട്ടറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പറഞ്ഞ വയറിൽ നിന്ന് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ പോയിരിക്കുന്നതിൽ ഇൻവെർട്ടർ ലൂപ്പ് ചെയ്തു. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന നമ്മുടെ റൂമിൻ്റെ മെയിനായിട്ട് വരുന്ന ഘടകങ്ങൾ. പിന്നെ ഫുഡ് ലാമ്പിൻ്റെ ലീഡ് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ രീതിയിൽ ബെഡ് സ്വിച്ചിലേക്ക് നമ്മളൊരു വയർ കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും എല്ലാം നമ്മൾ കൊടുക്കുന്നത് 1 സ്ക്വയർ വയറുകളാണ് കൊടുക്കുന്നത്. അതായത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ വയറുകളിലും സർക്യൂട്ട് ഉപയോഗിക്കുന്ന 1.5ഉം 2.5ഉം പിന്നെ നമ്മൾ 1 സ്ക്വയറുകളെല്ലാം ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ലൈറ്റിനും ഫാനിനും എക്സോസ്റ്റ് അങ്ങനെയുള്ള ലീഡുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 1 സ്ക്വയർ വയർ ഉപയോഗിക്കുന്നത്. അങ്ങനെ കളർ കോഡ് തിരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഗേജ്, അതായത് 1 സ്ക്വയർ, 1.5, 2.5 ഇതിന് ഓരോ സെക്ഷൻ തിരിച്ച് നമ്മൾ വയർ വലിക്കുകയാണെങ്കിൽ നമുക്ക് DB ഡ്രസ്സിങ്ങും സ്വിച്ച് ബോർഡും സെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിരിക്കും. അതുമാത്രമല്ല സർക്യൂട്ട് 1.5ഉം 2.5ഉം ആയിരിക്കും. അതുപോലെ തന്നെ 1 സ്ക്വയറുകളെല്ലാം തന്നെ ലീഡുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും മാറിപ്പോകേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്വിച്ചും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫാനിൻ്റെ വയർ 1 സ്ക്വയർ വയർ വലിച്ചതിന് ശേഷം നമ്മൾ സീലിംഗ് ഇവിടെ വലിച്ച് നമ്മൾ ഈ പറയുന്ന ബെഡ് സ്വിച്ചിലേക്ക് കൊടുത്തു. പിന്നെ നമ്മൾ ട്യൂബിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്യൂബിൻ്റെ ലൈറ്റിൻ്റെ ലീഡും ഇവിടെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ലാമ്പ്, ആ ഏരിയയിൽ വരുന്ന ഫുഡ് ലാമ്പ് 1 സ്ക്വയർ വയർ തന്നെയാണ് വന്ന് ആ 1 സ്ക്വയർ കണ്ട് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 സ്ക്വയർ വയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലീഡുകളെല്ലാം 1 സ്ക്വയർ വരുന്നത്. പിന്നെ ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇതെല്ലാം തന്നെ നമ്മുടെ 1.5ഉം 2.5ഉം മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ബാത്റൂമിലേക്കും അതുപോലെ തന്നെ ഒരു റൂമിലേക്കും വരുന്ന മെയിൻ സർക്യൂട്ടുകളും അതിൻ്റെ കളർ കോഡിങ്ങും ഗേജുള്ള വയറിൻ്റെ ഗേജും അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് വയർ വയ്ക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം എത്തിച്ചേരുള്ളൂ. ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന മിനിമം 2000 ലൈക്സാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കാണുന്ന എല്ലാവരും, എനിക്ക് തോന്നുന്നു ഈ വീഡിയോസ് എല്ലാവരും കാണുന്നവർ തന്നെ ലൈക്ക് ചെയ്യാറില്ല എന്ന് തോന്നുന്നു. കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്നത് എല്ലാവരും തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോസ് ഇതുപോലെ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന എല്ലാവരും തന്നെ മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.